നമസ്കാരം, ഗുഡ്നെസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ അതിപുരാതനമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വയനാട്ടിലെ ലൂർദ് മാതാ ദേവാലയത്തിലാണ്. 1908 ഫ്രഞ്ച് മിഷണറിയായ ഫാദർ ജെഫ്രിനോ ആണ് ഈ പള്ളി സ്ഥാപിക്കുന്നത്. ലൂർദ് മാതാ പള്ളിയെക്കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം ലൂർദിനെ അറിയണം. ലൂർദിനെ അറിയണമെങ്കിൽ മരിയൻ ബർണദത്ത സോറബീസ് എന്ന വിശുദ്ധ ബർണദീത്തെ അറിയണം. 1818 ഫെബ്രുവരി 11 ബർണദത്തയ്ക്ക് മുന്നിൽ ജപമാല എഴുതിയ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഫെബ്രുവരി 18 ബർണദത്തയ്ക്ക് നീരുറവ കാണിച്ചു കൊടുത്തു. ആ നീരുറവയിലെ വെള്ളം ഉപയോഗിച്ചവർക്കെല്ലാം രോഗശാന്തി ലഭിച്ചു. അങ്ങനെ ലൂർദ് മാതാവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ എണ്ണമേറി. ഫെബ്രുവരി 11 മുതൽ 18 വരെയുള്ള ഈ ദിവസങ്ങൾ പള്ളിക്കുന്ന് പള്ളിയിലും പ്രധാന തിരുനാൾ ദിവസങ്ങളായി ആഘോഷിക്കപ്പെടുന്നു. ഫെബ്രുവരി 2 മുതൽ 18 വരെ മൊത്തം 17 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ പെരുന്നാൾ വിശേഷങ്ങൾ കൂടുതൽ നമുക്ക് കണ്ടറിയാം. നമ്മളിപ്പോൾ പള്ളിക്കുന്ന് പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പുറത്ത് കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. വികാരിയച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് പള്ളിയുടെ പ്രത്യേകത എന്നൊക്കെ നമുക്ക് അച്ഛനോട് തന്നെ ചോദിച്ചറിയാം. വളരെ പ്രശസ്തമായ പള്ളിക്കുന്ന് പള്ളി, ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പള്ളിയിൽ വരുന്നതും പെരുന്നാൾ കൂടാനൊക്കെ എത്തുന്നതും. അപ്പം എന്താണ് ഇത്രമാത്രം അത്ഭുതകരമായ പ്രത്യേകത ഈ പള്ളിക്കുള്ളത്? യഥാർത്ഥത്തിൽ ഇത് വയനാട്ടിലെ ആദ്യകാല ദേവാലയങ്ങളിൽ ഒന്നാണ്. വയനാട്ടിൽ ഇവിടെ നമ്മുടെ പഴശ്ശി രാജാവ് ആണ് വയനാട്ടിലെ ഒരു വീരയോദ്ധാവായിട്ട് അറിയപ്പെട്ടിരുന്നത്. പഴശ്ശി രാജാവിൻ്റെ പ്രധാനപ്പെട്ട സൈന്യ വിഭാഗമായിരുന്നു കുറിച്യ വിഭാഗം. ബ്രിട്ടീഷുകാരും പഴശ്ശി രാജാവുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റവും അവസാനം പഴശ്ശി രാജാവ് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ വളരെ വൈരാഗ്യബുദ്ധിയോടുകൂടി കുറിച്യ വിഭാഗത്തോട് പെരുമാറാനായിട്ട് തുടങ്ങി. അവരെ ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു ഫ്രാൻസിൽ ലൂർദിനടുത്ത് ജനിച്ചു വളർന്ന ജെഫ്രീനോ എന്ന ഒരച്ഛൻ, ഒരു ഫ്രഞ്ച് വൈദികൻ ഈ വയനാട്ടിൽ വരികയും ഈ പള്ളിക്കുന്നിൽ കുരിശു നാട്ടിക്കൊണ്ട് ഒരു മിഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ അത് സായിപ്പച്ചനായതുകൊണ്ട് അന്നത്തെ കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ഒരു വലിയ വിഭാഗം, ഒരു സൈന്യം, അവർ ഈ സായിപ്പച്ചൻ്റെ സംരക്ഷണം തേടുകയും ആ സായിപ്പച്ചൻ അവരെ തന്നോട് ചേർത്ത് നിർത്തുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ആക്രമണങ്ങളിൽ നിന്നുള്ള വലിയ സംരക്ഷണമാണ് അവർക്ക് കിട്ടുകയും ആ മിഷണറി വൈദികൻ ഇവിടെ കുരിശു നാട്ടി അവരെ മാമോദീസപ്പെടുത്തുകയും അവർ ആ സൈന്യത്തിലുള്ള അതേ തീഷ്ണതയോടുകൂടി ഇവിടെ ക്രൈസ്തവ ചരിത്രം ആരംഭിക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ്. സമയത്ത് കുടിയേറ്റം വയനാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടി, ആദ്യകാല കുടിയേറ്റങ്ങൾ. അത് അപ്പോഴും ആ കുടിയേറ്റം വരുന്നതിന് മുമ്പേ ഉള്ള പ്രധാനപ്പെട്ട 3 പള്ളികളുണ്ട്: വൈത്തിരി, പള്ളിക്കുന്ന്, മാനന്തവാടി. അതിൽ മാനന്തവാടിയും പള്ളിക്കുന്നും ഈ ജെഫ്രീനോ അച്ഛനും ടീമും തന്നെയാണ് ആരംഭിച്ചത്. പിന്നെ ഇവിടെ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരാൻ പ്രധാന കാരണങ്ങളായത് അച്ഛനോട് കുരിശുനാട്ടി മിഷൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ പെങ്ങള് ലൂർദിൽ ഒരു രൂപം വാങ്ങിച്ച്, ലൂർദ് മാതാവിൻ്റെ രൂപം വാങ്ങിച്ച് അവിടുത്തെ റെക്ടർ അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിച്ചു. അന്നത്തെ കാലത്ത് ഒരു ശൈലി ലൂർദിനുണ്ടായിരുന്നു. അവർ എല്ലാ രാജ്യങ്ങളിലേക്കും മിഷന് വേണ്ടി ഓരോ രൂപങ്ങൾ കൊടുത്തയക്കും. അങ്ങനെ പല രാജ്യങ്ങളിലുണ്ട്. അങ്ങനെ ഇന്ത്യയിലേക്ക് കൊടുത്തയക്കപ്പെട്ട രൂപമാണ് അത്. ഫ്രാൻസിൽ നിന്ന് കൊച്ചിയിൽ കപ്പലിൽ വരികയും കൊച്ചിയിൽ നിന്ന് അന്നത്തെ കാലത്ത് ഇവിടെ റോഡൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടമാണ്, കാളവണ്ടിയിലാണ് ആ രൂപം ഇവിടെ വന്നത്. അന്ന് മുതലേ തീർത്ഥാടകർ ഓടിക്കൂടുകയാണ്. അന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന മാതാവിൻ്റെ ആ രൂപം അതിപ്പോഴും ഈ പള്ളിയിലുണ്ടോ? ആ രൂപം വണങ്ങുന്നതിന് വേണ്ടിയാണ് ഈ ജനലക്ഷങ്ങൾ ഇവിടെ വരുന്നത്. അത് നമ്മൾ 10-ാം തീയതി രാവിലെ, നമുക്കൊരു ക്രിസ്ത്യൻ പള്ളികളിൽ സാധാരണ പൊതുവെ ഇല്ലാത്തതാണെങ്കിലും പണ്ട് ഈ കുറിച്യ വിഭാഗത്തിൻ്റെ ഒരു ട്രഡീഷൻ ആയിട്ട് മാതാവിനെ 10-ാം തീയതി രാവിലെ 5:30 മണിക്ക് ക്ഷാളനം ചെയ്യും. അങ്ങനെ കുളിപ്പിക്കും. നമുക്ക് ക്രിസ്ത്യൻ പള്ളികളിൽ പൊതുവെ ഇല്ലാത്തതാണ്.
ആ ശുശ്രൂഷയ്ക്ക് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് രാവിലെ 5:30 മണിക്ക് ഇവിടെ തടിച്ചു കൂടുക. തുടർന്ന് 5:30 മണി കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ നട തുറന്ന് അത് ആൾക്കാർക്ക് വണങ്ങുന്നതിന് വേണ്ടി വയ്ക്കും. ഇപ്പോൾ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ പൂപ്പന്തലുണ്ട്. ഇപ്പം എന്നാൽ ഈ 2 ദിവസങ്ങൾ പൂപ്പന്തലിൽ രൂപം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ രൂപമാണ് ആനകളുടെയൊക്കെ അകമ്പടിയോടുകൂടി ഇന്ന് ജനലക്ഷങ്ങളുടെ ആ ഒരു പ്രദക്ഷിണത്തിൽ അണിചേരുന്നത്, ആ കൊണ്ടുപോകുന്നത് ആ രൂപം ആണ്. അവിടെ ആ രൂപത്തെ കാണാനും ആ രൂപത്തെ വണങ്ങാനുമാണ് മലബാറിലെ മുഴുവൻ ആൾക്കാരും ഇങ്ങോട്ട് നാനാജാതി മതസ്ഥർ തടിച്ചുകൂടുന്നത്. നമ്മളിപ്പോൾ അവിടുന്ന് വരുന്ന വഴിക്കാണെങ്കിലും പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹം ലഭിച്ച ഒരുപാട് പേരുടെ ഫോട്ടോസൊക്കെ അവിടെ നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ പ്രധാനമായും എന്തൊക്കെ നേർച്ചകളാണുള്ളത്? ഇവിടെ ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പണ്ട് മുതൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ കിട്ടുമെന്ന്. ഏറ്റവും ഉദാഹരണം, ഈ അടുത്ത് 50 വയസ്സുള്ള ഒരു സ്ത്രീ ഇവിടെ വന്ന് പറഞ്ഞാൽ അച്ഛൻ എനിക്ക് കുഞ്ഞുങ്ങളില്ല. ഇപ്പോൾ അവർ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് വന്നത് 2 പിള്ളേരെ എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പിന്നെ കടബാധ്യതകൾ വിട്ടുമാറുന്നു, കലഹങ്ങൾ മാറുന്നു, കല്യാണ തടസ്സങ്ങൾ മാറുന്നു, വിസയുടെ തടസ്സങ്ങൾ മാറുന്നു. അങ്ങനെ ഈ ബന്ധനങ്ങൾ അഴിയലാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത്. അതിന് പ്രധാനമായിട്ടും ഒന്നിവിടെ കല്ലെടുക്കുന്ന ഒരു നേർച്ച. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. ആളുകൾ കല്ലുകൾ എടുത്തുകൊണ്ട് പോകുന്നു. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ആ കല്ല് എടുക്കുന്നത് ഇവരുടെ സങ്കടങ്ങളാണ്, ഇവരുടെ ഭാരങ്ങളാണ്, ദുഃഖങ്ങളാണ്, പ്രയാസങ്ങളാണ്. അപ്പോൾ അതാണ് ഈ കല്ല് അവർ തലയിൽ ചുമന്ന് പള്ളിപ്പെരുന്നാൾ ദിവസങ്ങളിൽ മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാ തീർത്ഥാടകരും എപ്പോഴും ചെയ്യുന്ന ഒരു നേർച്ചയാണ്. അല്ലാത്ത ദിവസങ്ങളിലും ഇവർക്ക് ഇത്തരം നേർച്ചകളുള്ള സാധ്യതകളുണ്ട്, അവസരം ഒരുക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഈ കല്ല് ചുവന്ന് ഇവരിങ്ങനെ ആവേ മരിയ എന്ന് പറഞ്ഞ് ഇവർ പാടി പ്രാർത്ഥിച്ച് കർത്താവെ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് പറയണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവർ കല്ല് പള്ളിയുടെ മുമ്പിൽ കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ തൻ്റെ ദുഃഖങ്ങളെല്ലാം പള്ളിയുടെ അവിടെ ഉപേക്ഷിച്ചിട്ട് പള്ളിക്കകത്തേക്ക് കയറുന്നത് സ്വതന്ത്രരായിട്ടാണ്. ഈ ഉരുള് നിരങ്ങൾ നേർച്ച അതും ഈ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാണ്. കടബാധ്യതകൾ മാറാൻ, ഭവനമില്ലാത്ത അവസ്ഥകൾ മാറാൻ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, കല്യാണ തടസ്സങ്ങൾ മാറാൻ, പിന്നെ വീട്ടിലെ കലഹങ്ങൾ മാറാൻ, ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി സ്ത്രീകൾ ഇവിടെ വന്ന് ഉരുള് നേർച്ച നടത്താറുണ്ട്. നമ്മൾ ഈ പള്ളിയെ കുറിച്ച് അറിഞ്ഞു, പള്ളിയുടെ ചരിത്രം അറിഞ്ഞു. അച്ഛനാണ് ഈ പള്ളിയിലെ നേർച്ചകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ പള്ളിപ്പെരുന്നാളിന്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ഈ പ്രദക്ഷിണമാണ്. ഈ പ്രദക്ഷിണത്തിന്റെ പ്രത്യേകതകളൊന്ന് പറഞ്ഞു തരാമോ? അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടമുള്ള ഒരു പ്രദക്ഷിണങ്ങളിൽ ഒന്നാണിത്. കേരളത്തിലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളിൽ വെച്ച് ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന പ്രദക്ഷിണമാണ്. ഫ്രാൻസിലെ ലൂർദിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വഹിക്കുമ്പോൾ നടക്കുന്ന പോലുള്ള തന്നെ വലിയ ഒരു പ്രദക്ഷിണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ ലൂർദിൽ നിന്ന് കൊണ്ടുവന്ന അത്ഭുത രൂപമാണ് ഈ പ്രദക്ഷിണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയാണ് നാനാജാതി മതസ്ഥരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ വയനാടിൻ്റെ എല്ലാ വിധത്തിലുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രദക്ഷിണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളും ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരുകയും അവരെല്ലാം ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യും. മിഷണറിയുടെ നേതൃത്വത്തിലുണ്ടാക്കിയ സ്റ്റെയറാണ്. പക്ഷെ ഇവിടെ പെരുന്നാൾ കൂടാൻ വരുന്നവരാണേലും ശരി, കുർബാനയ്ക്ക് അല്ലാത്ത ദിവസങ്ങളിൽ വരുന്നവരാണേലും ശരി, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഈ ചുറ്റുകവണി കടന്ന് ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ രൂപത്തെ വണങ്ങി നേർച്ച സ്വീകരിച്ച് പോകുന്നുണ്ടല്ലോ.
അപ്പം ഈ രൂപത്തിന്റെ ഒരു ഐതിഹ്യം എന്താണ്? അതായത് ഈ പള്ളി പണിതപ്പോഴ് ഇത് ഒരു ഗ്രോട്ടോയുടെ രൂപത്തിലാണ് പണിതിരിക്കുന്നത്. ഇത് ലൂർദില് മാതാവ് പ്രത്യക്ഷപ്പെട്ട് രൂപം സ്ഥാപിച്ചിരിക്കുന്ന ഇതേപോലെ മലയിലെ ഒരു ഗ്രോട്ടോയാണ്. അപ്പോൾ അവിടെ ആ ഗ്രോട്ടോയിൽ ഇപ്പോഴും മാതാവിൻ്റെ ഒരു പ്രത്യേക രൂപം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രോട്ടോയിൽ വണങ്ങി പോകുന്ന ഇതാ ഒരു മോഡലിലാണ്, യഥാർത്ഥത്തിൽ ലൂർദിൻ്റെ ഒരു മോഡലിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാ തീർത്ഥാടകരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭയകേന്ദ്രമാണ് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് വണങ്ങുക, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇതിലൂടെ ഇപ്പുറത്തെ ഭാഗത്തൂടെ ഇറങ്ങി പോകുക എന്നുള്ളത് ഒരു മാതൃക കൊണ്ടുവരാൻ ഇത് പെരുന്നാളിന് ഈ ജനലക്ഷങ്ങൾ പ്രദക്ഷിണം കഴിഞ്ഞ് ഈ ഗ്രോട്ടോയിൽ ഈശ്വരനെ എഴുന്നള്ളിച്ച് വയ്ക്കും. അപ്പോൾ ആ സമയത്ത് ഒരു 2 ലക്ഷം പേരെങ്കിലും സാധാരണ ഈ ഗ്രൗണ്ടിൽ ഉണ്ടാകുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന കണക്ക്. അത്രയും പേരുടെ മുൻപിൽ വെച്ച് വലിയൊരു ദിവ്യകാരുണ്യ ബ്ലെസ്സിങ്, പരിശുദ്ധ കുർബാന കൊണ്ടുള്ള ഒരു ബ്ലെസ്സിങ് ഈ ഗ്രോട്ടോയിൽ വെച്ച് കൊടുക്കും. അന്ന് മുതൽ ഈ ഗ്രോട്ടോയോട് ആൾക്കാർക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ്. പള്ളികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പള്ളിക്കുന്ന് പള്ളിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു നേർച്ചയാണ് ഇലവലിക്കൽ നേർച്ച. എന്താണ് ഇലവലിക്കൽ നേർച്ച, എന്താണ് അതിന്റെ ചരിത്രം, അതൊക്കെ നമുക്ക് അച്ഛനോടും ചോദിച്ചു നോക്കാം. അച്ഛൻ, ഈ ഇലവലിക്കൽ നേർച്ച നമ്മളിവിടെ കണ്ടുവരുന്നുണ്ടല്ലോ, അപ്പൊ ഈ ഇലവലിക്കൽ നേർച്ചയുടെ ചരിത്രം എന്താണ്? ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്ന്. അതായത് ഈ പള്ളിയുടെ ഊട്ടു നേർച്ച ആരംഭിച്ചിട്ട് 117 വർഷമായിട്ടുള്ള ഊട്ടു നേർച്ചയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സാമ്പാറിൻ്റെ ഒരു കൂട്ടെന്ന് പറയുന്നത് ഇവിടുത്തെ കാർന്നന്മാരുടെയും ഇവിടുത്തെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സാമ്പാർ, അത് നിങ്ങൾ കഴിച്ചാലാണ്, സാധാരണ സാമ്പാറല്ല, തേങ്ങയൊക്കെ ഇങ്ങനെ വറുത്ത് അരച്ച് പൊടിച്ച് അങ്ങനെ ഒരു പ്രത്യേക കൂട്ട്. ഈ ഒരു സാമ്പാറിൻ്റെ കൂട്ട് നമുക്ക് വേറെ ഒരു സ്ഥലത്തും കിട്ടുകയില്ല. അപ്പോൾ അത് പണ്ട് മുതലുള്ള, അപ്പോൾ 117 വർഷമായിട്ടുള്ള അന്ന് ഇലയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം ഇവിടെ ഒരുപാട് വയലുകളുള്ള സ്ഥലമാണ്, പള്ളിക്ക് ഒത്തിരി പറമ്പൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇലയിലായിരുന്നു പണ്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പണ്ട് മുതലേ ഉള്ള പഴയ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന ഒരു നേർച്ചയാണ് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ആ ഇല വലിച്ചു കൊണ്ടുപോയി ആ ഇല എടുത്ത് അവരെ സഹായിക്കുന്നു എന്നുള്ള ഒരു നേർച്ചയാണ്. അതിങ്ങനെ വലിയൊരു പാരമ്പര്യമായിട്ട് മാറി ഈ പള്ളി അറിയപ്പെടുന്നത് തന്നെ ഇലവലി നേർച്ചയുള്ളൊരു പള്ളി എന്നാണ് മലബാറിലെ ജനങ്ങൾ അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് നമ്മളുടെ പരിസ്ഥിതി പ്രശ്നവും ഭക്ഷ്യവകുപ്പിൻ്റെ ഇടപെടൽ കാരണം നമ്മൾ ഇലയ്ക്ക് പകരം പ്ലേറ്റാക്കി. കാരണം അവരുടെ സുരക്ഷിതത്വത്തിൻ്റെ അത് നമ്മൾ പാലിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇപ്പോഴും ആ ഇലവലി നേർച്ച യഥാർത്ഥത്തിൽ തുടരുന്നുണ്ട്. അത് തുടരുന്നത് ഇപ്പോൾ ഒരാൾ വന്ന് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അവർ ചെന്നിട്ട് ആ സഹോദരൻ്റെ അടുത്ത് നിന്ന് പ്ലേറ്റ് വാങ്ങിച്ച് കൊണ്ടുപോയി കഴുകി വയ്ക്കുന്ന ശുശ്രൂഷ. അപ്പോൾ അതിലൂടെ ഇലവലി നേർച്ച പൂർത്തിയാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഇവിടെ ഇപ്പം പെരുന്നാളിന് വരുന്ന എല്ലാവർക്കും തന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഓരോ ദിവസവും എത്രമാത്രം ആൾക്കാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരാറുണ്ട്? അതായത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഞങ്ങൾ പെരുന്നാൾ ആരംഭിക്കുന്നത് ഫെബ്രുവരി 2-ാം തീയതിയാണ്. 2-ാം തീയതി കത്തിക്കുന്ന കലവറയാണ് തീ. ഇവിടെ തീ അണയ്ക്കുന്നത് 18-ാം തീയതി രാത്രിയിലായിരിക്കും. അതുവരെ ഉച്ചയ്ക്കും വൈകുന്നേരവും മുടങ്ങാതെ ഊട്ടുനേർച്ച കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ്. ഇവർ 3-4 രാപ്പകലില്ലാതെ ഈ കലവറയിൽ 2-ാം തീയതി തുടങ്ങിയാൽ വിശ്രമമില്ലാതെ ഉള്ള ജോലി ചെയ്യുന്ന കലവറയിലെ കമ്മിറ്റിക്കാരാണ്. നമ്മളോട് അച്ഛൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ പ്രധാന നേർച്ച ഭക്ഷണം എന്ന് പറയുന്നത് ചോറും സാമ്പാറും ആണെന്ന്. അപ്പൊ ഈ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി പച്ചക്കറികൾ അരിയും കഷ്ണങ്ങളൊക്കെ ഒക്കെ വേണമല്ലോ. അതിനുവേണ്ടി ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് സിസ്റ്റർമാരും ചേച്ചിമാരും ഒക്കെ ഇതിന് സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഇവർ ഇതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവരുടെ ഇതിന്റെ രീതികൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സിസ്റ്റർ നമസ്കാരം. സിസ്റ്ററുടെ
പേരുണ്ടായിരുന്നു? എൻ്റെ പേര് എലിസബത്ത്. എലിസബത്ത്. സിസ്റ്റർ ഏത് മഠത്തിലാ? ഞങ്ങൾ BPS കോൺഗ്രിഗേഷൻ ആണ്. ഇവിടെ അടുത്താണ്, കുറുമ്പാലക്കോട്ട ഇടവകയാണ്. കുറുമ്പാലക്കോട്ട ഇടവക. അപ്പൊ സിസ്റ്റർ ഒക്കെ ഇവിടെ എപ്പോഴും വരാറുള്ളവരാണോ? ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ വർഷങ്ങളിലും എത്താറുള്ളൂ. എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഉണ്ടോ അതോ? എല്ലാ ദിവസങ്ങളിലും തന്നെ വരും. കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇന്നാണ് വരുന്നത്. ഞങ്ങൾക്കൊരു ഫിക്സഡ് ഡേറ്റ് ഉണ്ട്. അങ്ങനെയാണ് വരിക. ചേച്ചി പേരെന്തായിരുന്നു? റീന. റീന. ചേച്ചിന്റെ പേരോ? ലൂസി. ലൂസി. അപ്പൊ നിങ്ങള് ഈ ഇടവകക്കാര് തന്നെയാണോ? ഞങ്ങൾ വേറെ ഇടവകയെന്ന് വന്ന് ചെയ്യുന്ന കുറുമ്പാലക്കോട്ട ഇടവക. അപ്പം ഇവിടെ മറ്റിടവകക്കാർ വന്ന് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒരു കുഴപ്പമില്ല. ഇത് എന്തെങ്കിലും നിയോഗമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ ചെയ്യുന്നത്? നിയോഗമായിട്ട് ചെയ്യാം. ഞങ്ങൾ കഴിഞ്ഞ വർഷം തൊട്ട് 12-ാം തീയതിയിലെ നേർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കലുണ്ട്. ഇന്ന് നാളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇന്ന് രാവിലത്തെ ചെയ്ത വേറെ ആൾക്കാരാണ്? അതെ. അപ്പൊ ഇന്ന് ആൾക്കാർ മാറി മാറി ചെയ്യും. അപ്പൊ തങ്ങൾ ചേച്ചി ഇവിടെ പച്ചക്കറി അരിയുന്നത് കൊണ്ട് അതിന് സഹായിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രത്യേക അനുഭവം ഒക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. എനിക്ക് കാപ്പി ഇറങ്ങിയപ്പോ ഇപ്പൊ അത് പറയട്ടെ, മരത്തുനിന്ന് വീണ് അപ്പോൾ ആരുമില്ലായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ ചേച്ചി പാത്രം പോയിരുന്നു. അന്നേരം വീണിട്ട് എനിക്ക് പിടിക്കാൻ ആരുമില്ലായിരുന്നു. അപ്പം ഞാനെനിക്ക് പറ്റി ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം കിട്ടാണ്ടായപ്പോൾ ഞാൻ മാതാവേ വിളിച്ചു. മാതാവെ വിളിച്ചപ്പോഴത്തേന് എനിക്ക് പിന്നെ എന്നെ ആരെ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുന്നതിന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേൽപ്പിച്ച് അപ്പോഴെനിക്ക് ചെറിയ ശ്വാസം എനിക്ക് കിട്ടിയത്. അപ്പം ഇവിടെ വരുന്ന പ്രാർത്ഥന കൊണ്ടും പ്രാർത്ഥനയുടെ ഇവിടെ ഇങ്ങനെ ഇത്തരം രീതിയിലുള്ള സഹായങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ടൊക്കെയാണ് ഇത്തരം അനുഭവം ഉണ്ടാവുന്നതെന്നാണ് ചേച്ചി പറയുന്നത്. അതെ, എനിക്കിത് അനുഭവം ഉണ്ട്. എനിക്ക് ഇപ്പൊ എൻ്റെ കൂടെ ഇവിടെ കുറേ നാളുകളായിട്ടുള്ള ഏകദേശം ഒരു 60 വയസ്സിനെങ്കിലും മേലെ പ്രായമുള്ള അമ്മച്ചിമാരാണുള്ളത്. ഇവിടെ ഇത്ര കാലമായിട്ട് പെരുന്നാളിന് എല്ലാ സമയങ്ങളിലും അരി കഴുകാനും അരി പേറ്റാനും ഒക്കെ എപ്പോഴും ആദ്യം മുതൽ അവസാനം വരെ കൂടെ നിൽക്കുന്ന അമ്മച്ചിമാരാണുള്ളത്. നമുക്ക് ഇവർക്ക് എങ്ങനെയാണ്, ഇവരുടെ രീതികൾ എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അമ്മച്ചിയുടെ പേരെന്തായിരുന്നു? പൗളീന. ലില്ലി. ലില്ലി. ചേട്ടന്റെ പേരോ? സജി. സജി. അപ്പൊ നിങ്ങളൊക്കെ കുറെ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നവരാണല്ലോ. അതെ. അപ്പൊ തുടക്കം തൊട്ട് അവസാനം വരെ ഇതിന്റെ കൂടെ ഉണ്ടാവും? ഇവിടെ തന്നെ ഉണ്ടാവും. എങ്ങനെ, എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? ചെയ്യുന്നതെന്ന് വെച്ചാല് ഇവിടെ പല പണികളുണ്ട്. എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണം. കറയ്ക്ക് മുറുക്കണം, കറി കഴുകണം, പിന്നെ പച്ചക്കറി കഴുകണം, അരി കഴുകണം, പാത്രം കഴുകണം, എല്ലാം അടിച്ചു വാരണം. നിങ്ങൾ ഈ ഇടവകയിലുള്ളവര്? ഞങ്ങളുടെ ഈ ഇടവകയിലുള്ള തന്നെ. പണ്ട് നമ്മക്കിപ്പോ 75 വയസ്സായി. അതിന്റെ മുമ്പ് നമ്മൾ ഇവിടെ പണിയെടുത്തിട്ട് ഡിസ്പോസ് അച്ഛ ഉള്ള കാലം വരെ, അന്ന് മുതൽ ഇന്ന് വരെ. അന്നൊക്കെ വെച്ചാല് ഇത്രയും ലൈറ്റും ഇല്ല, കറണ്ടും ഇല്ല. അന്ന് പെട്രോളും ഉപയോഗിച്ചിട്ടാണ് നമ്മള് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അന്ന് ഇത്ര ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട, അധികം ആളും ഇല്ല. ഇപ്പോഴാണ്. അപ്പൊ അന്ന് കുറച്ച് പേർക്ക് ഉണ്ടാക്കുന്നത് ഇന്ന് ഇത്രയും 1 ലക്ഷത്തോളം ആൾക്കാർക്ക് ഉണ്ടാക്കുന്നതിന് തമ്മിൽ എങ്ങനെ, അപ്പൊ ഒത്തിരി ബുദ്ധിമുട്ടാണ്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഞങ്ങൾ ചെയ്യും, പക്ഷെ ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ദിവസങ്ങളോളം ഇപ്പം 2-ാം തീയതി തൊട്ട് 18-ാം തീയതി വരെ, 1-ാം തീയതി മുതൽ തുടങ്ങും. അപ്പൊ തൊട്ട് 18 വരെ ഫുൾ സമയം, മുഴുവൻ സമയം ഇവിടെ തന്നെയാണ്. വീട്ടിലേക്കൊന്നും അങ്ങനെ പോകാൻ സമയം കിട്ടാറില്ല. എന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും തോന്നാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഇത് ചെയ്യുമ്പോ എന്ത് അനുഭവം ഉണ്ടാവുന്നത്? അതന്നെ അമ്മേനോട് പ്രാർത്ഥിച്ചിട്ട് അമ്മ ജോലി ഞങ്ങൾ എടുക്കും. അത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇന്ന് വരെ. ഇന്നുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. വീട്ടിലൊക്കെ എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഇങ്ങനെ പോകുമ്പോ. അതെ, എല്ലാരും ഇവിടെയാ, കുടുംബടക്കിയ മക്കളും എല്ലാരും ഇവിടെയാ. ഇനി 18-ാം തീയതി പെരുന്നാൾ കഴിയും വരെ അമ്മയുടെ കൂടെ? അമ്മേന്റെ കൂടെ. ഇവിടെ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഇന്ന് പ്രദക്ഷിണത്തിന് ശേഷം തിരുനാൾ സന്ദേശം നൽകാൻ വേണ്ടി എത്തിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഏറെ പരിചിതമായ മുഖമാണ്. നമ്മുടെ കാപ്പിപ്പൊടി അച്ഛനാണ്. അപ്പൊ അച്ഛനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. അച്ഛന് തിരുനാൾ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മയിൽ എത്തുന്നത് എന്താണ്? തിരുനാൾ എന്ന് പറയുന്നത് നമ്മൾ പള്ളിയിൽ പോയി വിശുദ്ധരെ കാണും. ഈ പള്ളിക്കുന്ന തീർത്ഥാടന ദേവാലയത്തിലെ മാതാവിനെ കാണാൻ വേണ്ടി വരുന്നു. തിരുനാൾ ദിവസത്തിൽ നമ്മൾ പോയി കണ്ട വിശുദ്ധർ നമ്മളെ കാണാൻ വേണ്ടി ഇറങ്ങി വരുന്നതാണ് തിരുനാൾ. പ്രദക്ഷിണം അതാണ്. അപ്പം നമുക്ക് ഒരുപാട് വെല്ലുവിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രത്യേക ശക്തിയുണ്ട്. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന പോലെയല്ല, ഒത്തിരി പേരുടെ തരംഗം വരുമ്പോൾ അതിന് വലിയ ശക്തിയുണ്ട്. തിരുനാളുകളിലെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട്. സാധാരണ കൂടി അഭിഷേകമുണ്ട്. അതാണ് തിരുനാൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പം ഇവിടെ ഈ ലൂർദ് മാതാ പള്ളിയിൽ തിരുനാളിന് വേണ്ടി എത്തുമ്പം ഇപ്പൊ വചന സന്ദേശം നൽകാനൊക്കെ ആയിട്ട് അച്ഛൻ എത്തിയിരിക്കുകയാണ്. അപ്പം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പറയുമ്പം അച്ഛൻ്റെ പ്രത്യേക അനുഭവമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഞാൻ ചെറുപ്പകാലം മുതലേ
ഈ പള്ളിക്കുന്ന് മാതാവിൻ്റെ തിരുനാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി സെമിനാരിൽ പഠിക്കുന്ന സമയത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുക. ഈ പള്ളി കാണാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അഭിഷേകം ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ അതിലായിരിക്കുന്നതിന് ഒരു സുഖവും ഒരു സന്തോഷവും നമുക്ക് മറ്റുള്ളവർക്കുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ഇവിടെ ഈ പള്ളിയിൽ വചന സന്ദേശം നൽകാൻ വേണ്ടിയിട്ട് അച്ഛൻ എത്തുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പെരുന്നാളിന് എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല സന്ദേശം, അല്പം നർമ്മത്തിൽ കലർന്ന ഒരു സന്ദേശം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ, അച്ഛനായതുകൊണ്ട്. അത് തിരുനാളിന് അവിടെ മൈതാനത്ത് പറയും. ഇവിടെ നമുക്ക് അങ്ങനെ ഈ ചെറിയ മുമ്പിൽ പറയാൻ പറ്റുമല്ല, എങ്കിലും എല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയും അനുഗ്രഹവും ഒക്കെ ലഭിക്കട്ടെ. ഒരു ദൈവികത നിറഞ്ഞ ഒരു അനുഭവത്തെ ദിവസമായിട്ട് ഈ തിരുനാൾ മാറ്റുന്ന എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. മറ്റ് പള്ളികളിൽ നിന്നും വ്യത്യസ്തമായൊരു നേർച്ചയാണ് ഇലവലിക്കൽ നേർച്ച. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇലയല്ല, പകരം പ്ലേറ്റിലാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് ഈ നേർച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ, കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ്, മറ്റുള്ളവർ കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ് ഇവിടെ ഈ ബോക്സിൽ കൊണ്ടുവന്നിടും. അവർ ആ ബോക്സിൽ കൊണ്ടിടുന്ന പ്ലേറ്റ് കഴുകാതെയാണ് കൊണ്ടിടുക. ആ പ്ലേറ്റ് നേർന്ന വ്യക്തികൾ ആരാണോ അവർ എത്ര പ്ലേറ്റ് ആണോ നേർന്നിട്ടുള്ളത് അത്രയും എണ്ണി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പം ഇലമാറ്റിവെക്കൽ നേർച്ചയ്ക്ക് പകരമായിട്ട് എടുക്കുന്ന നേർച്ച. ഇപ്പൊ ഒത്തിരി പേര് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടന്റെ പേര്? എൻ്റെ പേര് സോണി. ചേട്ടന്റെ വീട്? കമ്പളക്കാടിന് അപ്പുറം പറളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഞങ്ങളുടെ ഇടവക എവിടെയാണ്. അപ്പം ചേട്ടൻ ഇങ്ങനെ ഫാമിലി ആയിട്ട് എപ്പോഴും ഇവിടെ വരുന്ന? എല്ലാ വർഷവും വരുന്നതാണ്. എല്ലാ വർഷവും വരുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അനുഭവങ്ങളോ? അനുഭവം എന്ന് പറഞ്ഞാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യക്ഷമുള്ള തെളിവാണല്ലോ ഈ കാണുന്ന ജനസമൂഹം മുഴുവനും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ പഠിച്ചത് ആ കാലം തൊട്ട് തന്നെ മാതാവിൻ്റെ അടുത്ത് വരും. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ, നന്മകളൊക്കെ മാതാവിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ചേച്ചിന്റെ പേരെന്താ? ടിൻഡു. ചേച്ചിന്റെ പേരോ? ലിസ. ഓക്കെ, നിങ്ങൾ കുറെ നേരമായിട്ട് ക്യൂ നിൽക്കുന്നുണ്ടോ? കുറച്ചു നേരമായി. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ പോകുന്നുള്ളൂ അല്ലേ? ഇതൊരു മരുന്നാണ്. കാരണം അതാണ് വിശ്വാസം. ഒരു മരുന്നാണ് ഈ കഴിക്കുന്ന ഈ ഭക്ഷണം. അതുപോലെയാണ്. അത് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ആശ്വാസം. രോഗത്തിനാണേലും നേർച്ച ഭക്ഷണം കഴിക്കാതെ പോകില്ല ഇവിടെ വന്നാല്. ഭക്തർക്ക് കൊടുക്കുന്ന ചോറ്, നേർച്ച ചോറ്, അതിനുള്ള അരി നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുന്നത്? അത് തീർത്ഥാടകർ കൊണ്ടുതരുന്ന അരികൾ തന്നെയാണ്. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. കാരണം വെച്ചാൽ എല്ലാവരും ഓരോ പിടി അരിയാണെങ്കിലും ഒരു ചാക്ക് അരിയാണെങ്കിലും അത് ഇവിടെ കൊണ്ട് സ്റ്റോക്ക് ചെയ്ത് ഒരു 1-2 മാസം മുമ്പ് വരുന്ന നേർച്ചരികളൊക്കെ അരിച്ച് പെറുക്കി എല്ലാം വൃത്തിയായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാവരുടെ സഹകരണത്തോട് മാത്രമാണ് ഇത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ തീർത്ഥാടകർ നമുക്ക് നേർച്ചയായിട്ട് അരി കൊണ്ടു തരുമ്പം പലതരം അരികൾ ഉണ്ടാകും. അപ്പം അതിന്റെ വേവ് എങ്ങനെയാണ് ഇവിടെ കണക്ക് കൂട്ടുന്നത്? അതൊക്കെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും നമ്മുടെ കാർന്നവന്മാരുടെ കൈപുണ്യം. അപ്പം ഇവിടുത്തെ ചോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതില് കുരുമുളക് കാണുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ഇടുന്നതാണോ, നേർച്ചയായിട്ട് വരുന്നതാണോ? നേർച്ചയായിട്ട് കുരുമുളക് അടക്കാണ് വരുന്നത്. കുരുമുളക് എല്ലാം പൈസ അടക്കം വരുന്നതാണ്. ആ പൈസ വേറെ മാറ്റും. കുരുമുളക് നമ്മൾ വരും, അത് മാറ്റും. അങ്ങനെ മാത്രല്ല ഇവിടുത്തെ സാമ്പാർ ഉണ്ടല്ലോ, പൊതുവെ മറ്റെവിടെയും കിട്ടാത്ത തരം സാമ്പാറാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? അതാണ് അത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ 2-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഉണ്ടാക്കുന്ന സാമ്പാറിന്റെ ടേസ്റ്റും നമ്മുടെ 10-ാം തീയതിയും 11-ാം തീയതിയും 12-ാം തീയതി ഒക്കെ ഉണ്ടാക്കുന്ന സാമ്പാറിന്റെ ടേസ്റ്റും അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു കൈപ്പുണ്യം, മാതാവിന്റെ അനുഗ്രഹം നല്ല ഡൈലപ്പുറം വേറെ ഒന്നും പറയാനില്ല. എന്തെങ്കിലും പ്രത്യേക രീതിയിലാണ് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും വ്യത്യാസങ്ങൾ? ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. അത് കാരണവന്മാര് കറക്റ്റ് അതിന്റെ കൂട്ടുമ്പയൊക്കെ കറക്റ്റ് വ്യത്യാസമില്ലാണ്ട് പണി അങ്ങനെ ചെയ്താ. അതെ അല്ലെ. അപ്പൊ ഒരുപാട് ഇവിടെ ആർക്കും അന്നം മുട്ടിപ്പോവാത്ത അത്രയും അരി നേർച്ചയായിട്ട് കിട്ടുന്നുണ്ട്. ഇന്ന് വരെ അങ്ങനെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. അതായത് ഒരുപാട് സാധാരണ ദിവസങ്ങളിൽ ഇവിടെ ചോറ് കൊടുക്കുന്നില്ലേ? പിന്നെ വരുന്ന ദിവസങ്ങൾ ശനിയാഴ്ച അച്ഛൻ്റെ ധ്യാനമുണ്ട്. നമ്മളെ ആ പ്രോഗ്രാം പള്ളിയത്തെ കുർബാന കഴിഞ്ഞതിന് ശേഷം ഇവിടെ കഞ്ഞിയും പയറും എല്ലാ ശനിയാഴ്ചയും. അതിനും ഈ അരി തന്നെയാണോ ഉപയോഗിക്കുന്നത്? അതെ, ഇങ്ങനെ നേർച്ച കിട്ടുന്ന അരി തന്നെയാണ്. അപ്പൊ അതൊരു വർഷത്തോളം ഒക്കെ നിൽക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ജാതി മത ഭേദമന്യേ ഒരുമിച്ച് കൊണ്ടാടുന്ന കിഴക്കിന്റെ ലൂർദിന്റെ ആഘോഷം ഇവിടെ തുടരുകയാണ്. ഗുഡ്നെസ് ടിവിയുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ തോറുമുള്ള യാത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഇടവുമായി കാണാം.
ഇത് ഹർഷ സൈനിങ് ഓഫ്.